നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊന്നും ഒരു കക്ഷിയും നടത്തിയിട്ടില്ലെങ്കിൽ കൂടിയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സജീവമാണ്. ഇപ്പോൾ CPM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ നമ്മോടൊപ്പം ചേരുകയാണ്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലമുള്ള ഒരു ജില്ലയാണ്. കഴിഞ്ഞ തവണ 4 സീറ്റ് ജയിക്കാൻ പറ്റി, പക്ഷേ പാതി വഴി എത്തിയപ്പോൾ ഒരു സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഈ പ്ലാൻ എന്താണ്? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് CPM കരുതി വെച്ചിട്ടുള്ളത് എന്താണ്? CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ആകെ മാറ്റിമറിക്കുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഹൈവേ, അതുപോലെ തന്നെ മലയോര ഹൈവേ, ഏറ്റവും അവസാനമായി വയനാട്ടിലേക്കുള്ള തുരങ്കപാതയുടെ തുടക്കം കൂടി കുറിച്ചിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കേരളം ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നിരവധി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ ദുരന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വയനാട് ചൂരൽമല ദുരന്തം. അവിടെ കേന്ദ്രം ഒരു നിഷേധാത്മകമായ സമീപനമാണ് അവിടെ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, അവരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി, എന്തിനേറെ അവരുടെ ഒരു ബാങ്ക് കടം എഴുതിത്തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം പോലും സ്വീകാര്യമായില്ല എന്നുള്ളതാണ് വസ്തുത. അതേ സന്ദർഭത്തിൽ ഈ സർക്കാർ സമയബന്ധിതമായി അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്ത് തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു ടൗൺഷിപ്പാണ് അവിടെ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നിർവഹിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നിഷേധിച്ചിട്ടുള്ള അവരുടെ കടം പൂർണ്ണമായിട്ടും ഈ സർക്കാർ എഴുതി തള്ളുകയും അത് കേരളത്തിലെ ജനങ്ങളെയാകെ ഒരുമിപ്പിച്ചുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളെയാകെ നേരിടാം, ജനങ്ങളെ സഹായിക്കാം എന്നുള്ളതിൻ്റെ കൂടി സന്ദേശമാണത്. ആ രീതിയിൽ വളരെ സമാധാനപൂർവമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുടനീളം ഉണ്ടായിട്ടുള്ളത്. ഒരു ചെറിയ വർഗീയ സംഘർഷമോ ഒരു സ്പർദ്ധയോ ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രാജ്യത്ത് തന്നെ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ BJP ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ വേട്ടയാടപ്പെടുമ്പോൾ ഇവിടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായ സ്ഥലമായി മതന്യൂനപക്ഷങ്ങൾക്ക് താമസിക്കാനുള്ള ഇടം കേരളമാണ്. ആ രീതിയിൽ എല്ലാ വിഭാഗം ആളുകളെയും മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബി വഴിയും അതുപോലെ തന്നെ പ്ലാൻ ഫണ്ട് വഴിയും എല്ലാം കേരളത്തിലെ ജനങ്ങളുടെയാകെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ 10 വർഷം മുമ്പുള്ള സ്കൂൾ കെട്ടിടങ്ങളും സ്കൂളുകളുമല്ല ഇന്ന് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ പൊതുജന ആരോഗ്യ സംവിധാനം ഏറെ മെച്ചപ്പെട്ടിട്ടുള്ള ഒരു കാലയളവാണ്. കോവിഡ് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ വന്നപ്പോൾ അതിനെ മാതൃകാപരമായി ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നേരിട്ടിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ആ രീതിയിൽ ജനക്ഷേമകരമായുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ ഗവൺമെൻറ് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാവും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്നത്. അതിദാരിദ്ര്യം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ ആദ്യ വാഗ്ദാനം അതായിരുന്നു കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുമെന്നുള്ളത്. അത് 2-3 മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി രാജ്യത്തിനകത്ത് ഈ നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുകയാണ്. ആ നിലയ്ക്ക് കേരളത്തിലെ ജനങ്ങളുടെ ആകെ ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 62 ലക്ഷം ആളുകൾക്കാണ് 2000 രൂപ വീതം സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. അത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനകത്തുമില്ല.
അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്കാണ് വീട് ഈ കാലയളവിൽ നൽകിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമായിട്ടുള്ള ഒരു കാലയളവ് കൂടിയാണ് ഈ കാലയളവ്. PSC വഴി മാത്രമല്ല, ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് വഴി ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലയളവാണത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തൊഴിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ തോതിൽ നിക്ഷേപങ്ങൾ ഈ കാലയളവിൽ വരികയുണ്ടായി. നേരത്തെ കേരളത്തിൽ നിക്ഷേപിക്കാൻ മടി കാണിച്ചവരെല്ലാവരും ഇപ്പോൾ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപത്തിന് സുരക്ഷിതമായിട്ടുള്ളത് എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ രീതിയിലുള്ള അടിമുടിയുള്ള മാറ്റമാണ് ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഇനിയും തുടരേണ്ടതുണ്ട്. രാജ്യത്തിന് മാതൃകയായിട്ടുള്ളത് ഈ ഇടതുപക്ഷ ബദലാണ്, ഈ മതനിരപേക്ഷ രാഷ്ട്രീയമാണ്. ഇതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് വർഗീയ മതരാഷ്ട്രവാദികളുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസും അതുപോലെ തന്നെ ലീഗും ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഫലമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ജനങ്ങൾ തുറന്നു കാണിക്കും, തുറന്നെതിർക്കും, അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.